ഒന്ന്, അനുരാഗ് ഠാക്കൂർ ഇന്ന് 6 മണ്ഡലങ്ങളിലെ കേസാണ് പറഞ്ഞത്. അതിലൊന്ന് വയനാട് പാർലമെൻറ്റാണ്. വയനാട് പാർലമെൻറ്റിലെ വിഷയം പറഞ്ഞത് യഥാർത്ഥത്തിൽ കൊള്ളാൻ ആഗ്രഹിച്ചത് കോൺഗ്രസിനാണെങ്കിലും കൊണ്ടത് 2 പേർക്കാണ്. ഒന്ന് BJPക്കും ഇലക്ഷൻ കമ്മീഷനുമാണ് അതിൻ്റെ ഏറും പ്രഹരം മുഴുവൻ കൊണ്ടിരിക്കുന്നത്. ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇതിന് മറുപടി പറയണം. രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കൊടുത്തു, വീണ്ടും നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ ചോദിക്കുന്നു, യഥാർത്ഥ വോട്ടർമാർ അല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യാജ പത്രസമ്മേളനം നടത്തി ജനതയുടെ യഥാർത്ഥ ജനാധിപത്യ അവകാശത്തെ മലിനപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത ശ്രീ അനുരാഗ് ഠാക്കൂറിനെതിരായി ഒരക്ഷരം പറയാനോ ഒരു നോട്ടീസ് കൊടുക്കാനോ ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ BJPയോടൊപ്പം കളി നിയന്ത്രിക്കുന്ന റഫറിയല്ല, BJPയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്യാപ്റ്റനായി ഇലക്ഷൻ കമ്മീഷൻ മാറുക വളരെ ഗുരുതരമായ സാഹചര്യമാണ്. രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കൊടുത്തു, വീണ്ടും നോട്ടീസ് കൊടുത്തു, ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതേ സെയിം ആരോപണം, ആ ആരോപണം രാഹുൽ ഗാന്ധി വസ്തുതാപരമായി പറഞ്ഞു, തെളിവടക്കം വെച്ച്. പക്ഷേ അനുരാഗ് ഠാക്കൂർ സത്യസന്ധമല്ലാത്തതായ കാര്യം പറഞ്ഞു. എന്നിട്ട് അനുരാഗ് ഠാക്കൂറിനെതിരെ ഒരു നടപടി എടുത്തില്ല. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ റഫറിയല്ല, തെരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുത്താൻ BJPയോടൊപ്പം നേതൃത്വം കൊടുക്കുന്ന ക്യാപ്റ്റൻ്റെ റോളിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ മാറിയിട്ടുണ്ട്. കേരളത്തിൽ പലപ്പോഴും ഈ ഇടതുപക്ഷ നേതാക്കൾ പോലും കുറ്റപ്പെടുത്തുന്ന ഇടതുപക്ഷം കള്ളവോട്ട് ചേർക്കുന്നുള്ള ആരോപണത്തിലേക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് ശരിക്കും ഒരു BJP വിരുദ്ധ ഒരു ഇതല്ലേ സ്റ്റേറ്റിനെതിരെ പറയുന്നത്? അല്ല, ഞാനൊരു കാര്യം പറയാം. കോഴിക്കോട് കോർപ്പറേഷൻ, ഞാൻ ഇന്ന് കോഴിക്കോടിൻ്റെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത് വരും. കോഴിക്കോട് കോർപ്പറേഷനിൽ വ്യാജ വോട്ട് ചേർത്തു. ഒന്ന്, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ 2014 ഞാൻ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. 20,000-ൽ പരം കള്ളവോട്ട് നേരിട്ടൊരാളാണ്. അന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നളിനി നെറ്റോയായിരുന്നു. നളിനി നെറ്റോയോട് ഇലക്ഷന് മുമ്പ് പരാതി പറഞ്ഞു. ഞാൻ കോടതിയിൽ പോയി വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള അപേക്ഷ കൊടുത്ത് കുറേ നടത്തിച്ചു. ഇലക്ഷൻ ദിവസം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് കള്ളവോട്ട് ചെയ്ത ആളുകളാണ് CPM ഇടതുപക്ഷം എന്നുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ CPM സ്വീകരിക്കുന്ന സമീപനവും ഈ വലിയ ദേശീയ ക്യാമ്പയിൻ്റെ ഭാഗമായി റെക്ടിഫൈ ചെയ്യാൻ, സ്വയം തിരുത്തലിന് നേതൃത്വം കൊടുക്കാൻ CPM തയ്യാറാകണം. എൻ്റെ മുമ്പിലുള്ള കൺമുമ്പിലുള്ളതായിരിക്കുന്ന അനുഭവമുണ്ട് ഞാൻ അന്ന് നേരിട്ടത്. പയ്യന്നൂർ പെരുമ്പാ ബൂത്തിൽ വൈകുന്നേരം ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ എൻ്റെ ബൂത്ത് ഏജൻറ്റിനെ പിടിച്ച് ഭീകരമായി മർദ്ദിക്കുകയായിരുന്നു. ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ വന്നു, എനിക്കെതിരെ വലിയ പോർവിളിയും പ്രശ്നങ്ങളുമായിരുന്നു. പോലീസ് എന്നോട് പറഞ്ഞ്, നിങ്ങൾ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ പണയത്തിലാണ്. അവിടെ നിന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ വണ്ടിയുടെ 2 ടയറും അവർ പഞ്ചറാക്കി. അത് കഴിഞ്ഞ് മരിച്ച KP കുഞ്ഞിക്കണ്ണൻ്റെ വാഹനത്തിലാണ് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. കുഞ്ഞിക്കണ്ണൻ അടുത്ത ബൂത്തിൽ സമാനമായ കള്ളവോട്ട് നടക്കുകയാണ്. അവിടെ എൻ്റെ ബൂത്ത് ഏജൻ്റായി ഇരുന്നത് ഒരു വനിതയാണ്. ആ വനിത EVMൻ്റെ മേലെ കിടക്കുകയാണ് CPMൻ്റെ കള്ളവോട്ട് തടയാൻ. അവരുടെ മുടി CPMൻ്റെ ഗുണ്ടകൾ പിടിച്ചിരിക്കുകയാണ്. അത്രത്തോളം ഉത്തര കേരളത്തിൽ പലയിടങ്ങളിലും CPMൻ്റെ കള്ളവോട്ട് നടക്കുന്നുണ്ട്. നേരിട്ടുള്ള അനുഭവസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് അക്കാര്യത്തിലേക്കൊന്നും ഞങ്ങളിപ്പോൾ കടക്കുന്നില്ല. രാജ്യവ്യാപകമായി BJP നേതൃത്വം കൊടുക്കുന്ന, ഇലക്ഷൻ കമ്മീഷൻ്റെ സഹായത്തോടു കൂടി നേതൃത്വം കൊടുക്കുന്ന ഈ വ്യാജ വോട്ട് ചോരി എന്നുള്ളത് അടിയന്തരമായി നിർത്തണം. അതിനാവശ്യമായ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കും.